ഹായ്, എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കർസീവ് ലെറ്റേഴ്സാണ് എഴുതാൻ പോകുന്നത്. നമ്മുടെ സാധാരണ ഇങ്ങനെയല്ല എഴുതാം, ഇത് നമുക്ക് കർസീവിൽ എഴുതാം. ഇത് നമുക്ക് സ്റ്റെപ്പാക്കി എഴുതാം. അതിന് നമ്മൾ ചെയ്യേണ്ട പോലെ ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു റൗണ്ട്, പിന്നെ ഒരു വളവ്. ഇനി നമുക്ക് ബി എഴുതാം. സാധാരണ ബി ഇങ്ങനെയാണ് എഴുതാം. ഇത് നമുക്ക് കർസീവിൽ എഴുതാം. ഇത് ഞാൻ സ്റ്റെപ്പാക്കി എഴുതാം. അത് നമ്മൾ ഇങ്ങനെ എഴുതുക, അതിൻ്റെ 3 വരയ്ക്കുക, അതിൻ്റെ ഒരു കുനിപ്പിട്ട് വെക്കുക. നമ്മൾ കർസീവ് ലെറ്റർ ബി ആയി. ബി എഴുതാം. നമ്മുടെ സാധാരണ സി ഇങ്ങനെയല്ലേ, ഇത് കർസീവിൽ എഴുതാം. ഇത് ഞാൻ സ്റ്റെപ്പാക്കി എഴുതി കാണിച്ചു തരാം. നമ്മുടെ കർസീവ് ക്യാപിറ്റൽ ലെറ്റർ സി. ഇനി നമുക്ക് ഡി എഴുതാം. സാധാരണ ഡി ഇങ്ങനെയല്ലേ, ഇത് കർസീവിൽ എഴുതാം. ഇത് ഞാൻ സ്റ്റെപ്പാക്കി എഴുതാം. നമ്മുടെ കർസീവ് ക്യാപിറ്റൽ ലെറ്റർ ഡി ആയി. ഇനി നമുക്ക് ഇ എഴുതാം. സാധാരണ ഇങ്ങനെയല്ലേ നമ്മൾ എഴുതാം, ഇത് കർസീവിൽ എഴുതാം. ഇത് ഞാൻ സ്റ്റെപ്പാക്കി എഴുതി കാണിച്ചു തരാം. ഇനി എഫ് എഴുതാം. നമ്മൾ സാധാരണ എഫ് ഇങ്ങനെയല്ലേ, ഇത് കർസീവിൽ എഴുതാം. ഇത് ഞാൻ സ്റ്റെപ്പാക്കി എഴുതാം. നമുക്കിനി നമ്മൾ ഇങ്ങനെ വരയ്ക്കുക, അതിൻ്റെ ഇങ്ങനെ വരയ്ക്കുക, അതിൻ്റെയൊരു വരയിട്ട് കൊടുക്കുക. നമ്മൾ കർസീവ് ക്യാപിറ്റൽ ലെറ്റർ എഫ് ആയി. ഇനി നമുക്ക് ജി എഴുതാം. നമ്മുടെ സാധാരണ ജി ഇങ്ങനെയല്ലേ, ഇത് കർസീവിൽ എഴുതാം. ഇത് നമുക്ക് സ്റ്റെപ്പാക്കി എഴുതാം. അതിന് നമ്മൾ ഇങ്ങനെ വരയ്ക്കുക, എന്നിട്ട് നമ്മൾ ഇത് താഴേക്ക് യു കൊണ്ടുവരിക, എന്നിട്ട് നമ്മൾ ഇങ്ങനെ എഴുതുക. നമ്മുടെ കർസീവ് ക്യാപിറ്റൽ ലെറ്റർ ജി ആയി. ഇനി നമുക്ക് എച്ച് എഴുതാം. നമ്മുടെ സാധാരണ എച്ച് ഇതാണ്, ഇത് കർസീവിൽ എഴുതാം. ഇത് നമുക്ക് സ്റ്റെപ്പാക്കി എഴുതാം. ഇതാണ് നമ്മുടെ കർസീവ് ക്യാപിറ്റൽ ലെറ്റർ എച്ച്. ഇനി നമുക്ക് ബാക്കി അടുത്ത വീഡിയോയിൽ പഠിക്കാം. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.